25 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. 5 വണ്ടികൾ 90 രൂപക്ക് 90 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ വെറും 2 ലക്ഷം രൂപയ്ക്ക് ഒരു ഒറിജിനൽ കേരള 2,50,000 രൂപക്ക് നമുക്കൊരു ഒറിജിനൽ കേരള ഇന്നോവ 7,400 കൊടുക്കാം. 6 രൂപ ലോൺ കിട്ടും. 10 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി 75 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക്. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ അത്യാവശ്യം നമ്മൾ ബഡ്ജറ്റ് കാറുകളും അതേപോലെ തന്നെ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ നമ്മളെ ബിസ്പിയിൽ എത്തിയിട്ടുണ്ട്. ഇതിന് നമ്മളെ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ ഉണ്ട്, 7 സീറ്റേഴ്സുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ചെറുവാഹനങ്ങൾ വേണ്ടവർക്ക് ചെറുവാഹനങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരു ബൈക്കിന്റെ പ്രൈസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അതേപോലെ തന്നെ മാരുതിന്റെ എർട്ടിക കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിസ്മിയിലാണ്. ബിസ്മി അത്യാവശ്യം നമുക്ക് പുതിയതായിട്ടൊന്ന് നവീകരിച്ച് ഒന്നുകൂടെ നമുക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കൂടെ ഉള്ളത് നമ്മളെ ബഷീർ ഖാന്റെ മകനും ഉണ്ട്. ബഷീർ ഖാൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മുഫ്ലി അല്ലേ പേര്? മുഫ്ലി. അപ്പോൾ ബഷീർ ഖാൻ നമ്മൾ ഓണൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കളക്ഷൻസും ഷോപ്പൊക്കെ ഒന്ന് റിനോവേറ്റ് ഒക്കെ ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം 25ഓളം വണ്ടികളുണ്ട്. 25ഓളം വണ്ടികളുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലെ ആളുകൾ വന്നാലും സാധാരണക്കാരൻ്റെ വണ്ടികളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ താനൂരിൻ്റെ പരപ്പനങ്ങാടിൻ്റെ നടുവിൽ ഓലപ്പിടിക. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് തീരദേശ ഹൈവേ ആണ്. നമുക്ക് പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 3.5 കിലോമീറ്റർ. അപ്പോൾ അതാണ് നമുക്ക് രണ്ടിന്റെ ഇടയിലായിട്ടാണ്. ഇനി ട്രെയിനിന് വരുന്നവർക്ക് പരപ്പനങ്ങാടി ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് തിരൂർ ഇറങ്ങിയിട്ട് ഷോറൂമിൽ എത്തിച്ചേരാം. വീഡിയോയിൽ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് 7 സീറ്റർ വന്ന് തുടങ്ങാം അല്ലേ? ഡീസൽ വണ്ടിയാണ്. അത് ശരി 18 വരെയൊക്കെ മൈലേജ് കിട്ടൂല. സ്വിഫ്റ്റിനൊക്കെ വരുന്ന അതേ സെയിം എഞ്ചിനാണ്. ഓണർഷിപ്പ് ഇത് കിലോമീറ്റർ 1 ചോടയാണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ AC വരുന്നുണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ്, പിന്നെ റിയറും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. അപ്പോൾ നിലവിൽ നമുക്കൊരു വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യിക്കാനൊന്നുമില്ല. 13 മോഡലാണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇത് നമ്മൾ വില ചോദിക്കുന്നത് 380 ആണ്. ചെറുതായിട്ടൊക്കെ ഓണത്തിന്റെ ഓഫർ വെച്ചിട്ട് കുറച്ച് 10 റുപ്യ നിലവിൽ കുറച്ച് കൊടുക്കാം. 370 കൊടുക്കാം. 370 നമുക്ക് ഫൈനൽ ചെയ്യാം. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസുകളൊന്നും ഇല്ല. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? 3 റുപ്യ നല്ല കസ്റ്റമർ ആണെങ്കിൽ 50-60 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 80 റുപ്യ 70 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു ബൈക്കിന്റെ ഒക്കെ ഒരു EMI-യിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഹുണ്ടായുടെ ഇയോൺ. അത് ഇവിടെ തന്നെ നമുക്ക് തിരൂർ രജിസ്ട്രേഷനാണ് വാഹനം വരുന്നത്. എങ്ങനെയായിരുന്നു ബഷീർ? 15 മോഡലാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് സെക്കൻഡ് ഓണറാണ്. 1.25 1.5 വരെ മസ്റ്റായിട്ട് ലോൺ കിട്ടും. ഒരു 25 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. അതും നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സ്പോയിലർ ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ടയേഴ്സ് വരുന്നുണ്ട്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. 1.25 ചോദിക്കുന്നുണ്ട്. ഒരു 20 രൂപ 25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഏകദേശം ഒരു മന്ത്ലി EMI നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4000-5000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ ചെയ്യാം. അടുത്ത് വീണ്ടും നമുക്കൊരു ഇയോൺ തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു ബഷീർ ഖാൻ മോഡൽ? ഇയോൺ തന്നെയാണ്, 12 മോഡലാണ്. ഇതൊരു ഒരു നിലവിലൊരു 3 ഓണർഷിപ്പ് വയ്ക്കണേ. ഇത് 1.20 ഉള്ളൂ. 1.20 ലോണൊന്നും വല്ലാതെ പ്രതീക്ഷിക്കണ്ട. 70-80 ഒക്കെ ചിലപ്പോ ശ്രീരാം ഫിനാൻസ് ഒക്കെ കിട്ടൂല. ഇത് നമുക്ക് ചോദിക്കണത്. ഇങ്ങനെ ഒറിജിനൽ മെയിൻ ക്ലാസ് ആണ്. അതിന് ചെറിയൊരു പൊട്ടുണ്ട്. നമ്മള് പാർട്ടി വന്നതിന് ശേഷം മാറ്റി കൊടുക്കും. നിലവിൽ ഇതാണ്. നമുക്ക് റീപ്ലേസ് ഒന്നും ഇല്ല. ഇതോ വീണ്ടും സ്ക്രാച്ച് വന്നാണ്. അപ്പൊ നിലവിൽ മാറ്റിയിട്ടൊന്നുമില്ല. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഞാൻ അതെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. 1.20 നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് അല്ലേ? അടുത്ത് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ. ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും ഉണ്ട്. നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡല്? 17 മോഡല്, 18 3-ാം മാസം വണ്ടി. നമ്മള് ഇവിടെ 7 റുപ്യാണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ ഓണ ഓഫറിൽ 26 റുപ്യ ഒറ്റയടിക്ക് കുറച്ചിട്ട് നമുക്ക് 3 ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 1.30. റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. പിന്നെ നല്ല വണ്ടിയാണ്. ഇത് നമുക്കൊരു 7.25 കൊടുക്കാം. 6 റുപ്യ ലോൺ കിട്ടും. നമുക്ക് വണ്ടി 75 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. കുറഞ്ഞ പ്രൈസ് ആണ്. ഡീസലാണ്. 1.6 ആയിരിക്കും. നല്ല അത്യാവശ്യം നമുക്ക് ടയേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ. അടുത്ത നമുക്കൊരു പിന്നെ ഇന്നോവയാണ്. ഇന്നോവ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 15 മോഡലാണ്, വി ആണ്. ഇത് നമ്മളൊരു റിലേഷൻസിന്റെ വണ്ടിയാണ്. അപ്പൊ അവർക്ക് വേറെ ഇലക്ട്രിക് വണ്ടി എടുത്തപ്പോ ഒരു യൂസ് ചെയ്തിരുന്ന വണ്ടിയാ. അപ്പോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി? അല്ല, റീ രജിസ്ട്രേഷനോ, മൂന്നാമത്തെ നിലവിൽ ഓണർഷിപ്പ് ആണ്. ഒന്നും റീപ്ലേസ് ഇല്ല. ഇത് നമ്മള് ആവശ്യപ്പെടുന്നത് 8.25. 8.25 അല്ലേ? 7.5 വരെ ലോൺ സൗകര്യം ഉണ്ട്. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് വണ്ടി ഇറക്കും ഉണ്ടാവും. അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. 8.8 ചോദിച്ച് പോണ ഓഫറിൽ 8.25 കൊടുക്കാം. ഓക്കെ. അടുത്ത് വീണ്ടും നമുക്കൊരു ഇന്നോവ തന്നെയാണ്, നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന. ഇത് ഒറിജിനൽ കേരള? ഒറിജിനൽ കേരള. ഇത് ഓണർഷിപ്പ് 7 ആളുണ്ട്. പിന്നെ കേരള വണ്ടിയാണ്, G4. ഇത് വെറും 2.5 റുപ്യക്ക് ടൈപ്പ് 4ക്ക് കൺവെർട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അപ്പൊ വെറും 2 ലക്ഷം രൂപയ്ക്ക് ഒരു ഒറിജിനൽ കേരള 2,50,000 രൂപക്ക് നമുക്കൊരു ഒറിജിനൽ കേരള ഇന്നോവ ഉണ്ടാവും കേട്ടോ. അടുത്ത് നമുക്കൊരു കോളീസ് ആണ്. നിലവില് 5 കൊല്ലത്തെ പേപ്പർ എടുത്തേക്കണേ. 3 ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 4 ടയർ പുതിയത്. ഹെഡ്ലൈറ്റ് റിന്യൂവലിന് വേണ്ടി മാറ്റിയതാണ്. ഇത് കേരള വണ്ടിയാണോ? അത് നമ്പർ ആയതാണ്, കേരളത്തിലെ നമ്പർ ആയതാണ്. കുറച്ച് കാലമായിട്ട് ഇവിടെ എത്തിയ വണ്ടിയാണ് അല്ലെ. 5 വർഷം മുമ്പ് എല്ലാം നമുക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 190. പുതിയ പേപ്പർ 5 കൊല്ലപ്പെടുത്തിന്. ഓക്കെ. 30,000 36,000 പേപ്പറിനാവും. ഓക്കെ. എത്ര പറഞ്ഞ? 190 അല്ലെ. അടുത്ത് വീണ്ടും നമുക്ക് 7 സീറ്റർ തന്നെയാണ്, ടവേര. ഇത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. ഒരു 15-16 ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലെ. ഇതെങ്ങനെയായിരുന്നു? നമ്മള് വില കുറച്ചിപ്പോ വെറും 140 കൊടുക്കാം. 140 അല്ലെ. ഡീസൽ വണ്ടിയാണ്, 7 സീറ്റർ ആണ് അല്ലെ. 140. അടുത്ത് വീണ്ടും നമുക്കൊരു എർട്ടിക തന്നെയാണ്. എർട്ടിക നമുക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് വരിക സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവില് 1 ജോഡയാണ് ഓടിക്കണത്. റീപ്ലേസ്മെന്റോ കാര്യമൊന്നുമില്ല. ഇതൊരു പാർട്ടിന്റെ വണ്ടിയാണ്, ഞങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചതാണ്. 370 ഇതും കൊടുക്കാം. 380 ചോദിച്ചത് നമ്മള്. ഓണ ഓഫറിൽ 370 കൊടുക്കാം. 370 നമുക്ക് ചെയ്യാം. മാക്സ് ഒരു 19 രൂപ വേണ്ടി ഇറക്കും ചെയ്യാം. അടുത്തൊരു നിസാന്റെ സണ്ണിയാണ്. ഇത് 2012 ഡീസലാണ്. ഇതൊരു ഓൾട്ടോന്റെ പ്രൈസിന് 230 കൊടുക്കാം. 230 ഡീസൽ വണ്ടിയാണ്. 10-24 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ആൾക്കാർ ചോദിക്കണ വാഹനം. റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. എന്നാലും 3 ഓണർ ആയിട്ടുള്ളൂ. കിലോമീറ്റർ 130 വില 230. അടുത്ത നമുക്ക് ഇതാണ് ഒരു 7 സീറ്ററിനാണ്. ചെറിയ ബഡ്ജറ്റ് 7 സീറ്റർ സിംഗിൾ ഡാറ്റ്സ് ആണ്. 2015 7 സീറ്റ് നമ്മൾ വളരെ കുറച്ചിക്കണേ. നിലവില് ഓൾറെഡി 25,000 രൂപ കുറച്ചിക്കണേ. ഇത് 1.25 കൊടുക്കാം. 1.25 മാക്സിമം ലോണും കൊടുക്കാം. 1.5 ലോൺ കിട്ടും. 1.5 ലോൺ 25 രൂപ ഉണ്ടെങ്കിൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് കൊണ്ടുപോകാം. ഇത് ഒരു മാനേജർ വണ്ടിയാ, ബാങ്ക് മാനേജർ. ഞങ്ങൾ ഓട്ടോമാറ്റിക് വേഗം കൊടുത്തപ്പോ നമ്മൾ തന്നാണ് പുള്ളിക്കാരൻ. ഇത് 1.60 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 90,000. അത്യാവശ്യം റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. ഒരു ഫാമിലിക്ക് പറ്റും. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1.60. അടുത്ത നമുക്കൊരു സ്വിഫ്റ്റ് ഡീസൽ ആണ് അല്ലെ. 2011 5 കൊല്ലത്തെ പേപ്പർ എടുത്ത വണ്ടി. നമ്മള് ഇവിടെ പിന്നെ പുതിയ പേപ്പറാണ്, LD ആണ്. പക്ഷെ 4 ഡോറും വിൻഡ് കയറ്റിയാണ്. പുതിയ ടയറും ചെയ്ത വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ ഒന്നുമില്ല. ഇത് 1.80 പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഉള്ള പ്രൈസ് ആണ് 1.80. അടുത്ത നമുക്കൊരു ടൊയോട്ട ഓട്ടോമാറ്റിക് 2005 സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി. കിലോമീറ്റർ 1,30,000 ജെന്യൂൻ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. എങ്ങനെയെങ്കിലും പുതിയ വണ്ടി ഇറക്കുമ്പോൾ ഒരു 16-15 ലക്ഷം ഉറുപ്പ ഉണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ്. ഇത്രയും കാലമായിട്ട് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ഒരു വാഹനമാണ്. ഒന്നും റീപ്ലേസ് ഇല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? 2,20,000. ഓട്ടോമാറ്റിക് ആണ്. ചെറിയ പൈസന്റെ ഓട്ടോമാറ്റിക്. അത് ജപ്പാനിൽ വരുന്ന വണ്ടിയാ. നല്ല ലെവലിലൊക്കെ നോക്കുന്നവർക്കൊക്കെ കാര്യങ്ങള് ലെതർ സീറ്റ് ഒന്നും റീപ്ലേസ് ഇല്ല. അതായത് ഇത്തരം വാഹനം നോക്കി നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പ് ആയിട്ടുള്ളൂ അല്ലെ. അടുത്ത നമുക്കൊരു ഷെവർലയുടെ 2009 മോഡല് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഡീസൽ ആണോ പെട്രോള്? സിംഗിൾ ഓൺഷിപ്പ് ആണ്. കുറവായിരിക്കും. ഇത് ഈ ഗ്യാസ് കയറ്റാൻ LPG അല്ല CNG കയറ്റാനൊക്കെ ഇഷ്ടംമാതിരി ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്.
ഒരു 60,000 ഓടിയ ഏറ്റവും അന്നത്തെ ഒരു 10 ലക്ഷം റുപ്യ വില ഉണ്ടാവും. ഓക്കെ, ഇപ്പോ 1.30. 1.30 അല്ലേ? അതിന്റെ 10 റേറ്റ് ആണ് ഇപ്പൊ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു വെറൈറ്റി കളറൊക്കെ വരുന്ന വണ്ടി അല്ലേ? അടുത്ത റെനോ കിഡ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2017 ആണ്. കിലോമീറ്റർ 70 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് 3-4 അയക്കണ്. ഇത് 1.90 ചോദിച്ചിരുന്നത്. ഇപ്പൊ 10 റുപ്യ ഓൺ ഓഫർ 1.80. ഏകദേശം 1.80 ഫുൾ ഓൺ നമുക്ക് ചെയ്യുന്ന വണ്ടി അല്ലേ? അടുത്തൊരു i20 ആണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ 2012 ആണ്. 4 ഓണർഷിപ്പ് ആണ്. നമ്മൾ 1.70 ചോദിച്ചത്. ഇപ്പൊ 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 18-20 തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം അല്ലെ? അടുത്ത നമുക്കൊരു i10 ആണ്. ഇത് എങ്ങനെയായിരുന്നു? 2010 ആണ്. പുതിയ പേപ്പർ 5 കൊല്ലം എടുത്തിരിക്കുന്നത്. ഇത് 1.70 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 1.70 റൂഫൊക്കെ ഉണ്ട്. റൂഫ് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 1.70 നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത നമുക്കൊരു പിന്നെ ആണ്. എങ്ങനെയായിരുന്നു? ഇത് വെറും 70,000 റുപ്യ. 2007 VXi ആണ്. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? 27 ലാസ്റ്റ് തീരും. നമുക്ക് അതുകൊണ്ടാണ് വില കുറയുന്നത്. ഇത് വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. പഠിക്കണവർക്കും അങ്ങനെയൊക്കെ സാധാ എഞ്ചിൻ ആണല്ലേ? അടുത്ത നമുക്കൊരു 18 ഓട്ടോമാറ്റിക് നാനോ അല്ലേ? ഇത് 1.5 നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഓണത്തിന്റെ ഓഫർ വെച്ചിട്ട് 1.45 കൊടുക്കാം. 1.45 നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത നമുക്കൊരു പിന്നെ ടയോട്ട എത്തിയോസ് ലിവ 18 മോഡല്. ഒന്നും റീപ്ലേസ് ഇല്ല. 1.20 ഓടിക്കണ്. നമ്മൾ 5.15 ചോദിച്ചിരുന്നത്. 5.10 കൊടുക്കാം. 5.10 ഈ 4.45 4.80 ഒക്കെ ലോൺ സൗകര്യം ഉണ്ട്. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ 50 ഉറുപ്പിക എടുക്കാം. നമ്പർ ആയ വണ്ടിയാണ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് സ്കോഡ ഒക്ടോവിയ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2003 ആണ് വണ്ടി. പക്ഷെ ഈ വണ്ടിന്റെ ഓണർ 1.25 ലക്ഷം റുപ്യ ഈ വണ്ടിമ കയറ്റിക്കണ്. ഇപ്പൊ 2.25 റുപ്യാണ് ചോദിക്കണത്. ഡീസലാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഫുൾ വർക്ക് ചെയ്ത വണ്ടിയാണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ നമുക്ക് പിന്നെ അത്രയും പക്കായിട്ട് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2.4 എഗെയിൻ വീണ്ടും നമുക്കൊരു i10 തന്നെയാണ്. ഇത് കാപ്പ എഞ്ചിനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു? 2010 പുതിയ പേപ്പർ 5 കൊല്ലം എടുത്തു. ഒരു 15-16 മൈലേജ് കിട്ടും. നിലവിൽ 4 ഓണർഷിപ്പ് അയക്കണേ. ഇത് 1.30 പേപ്പർ 31 വരെ പേപ്പറും ഉണ്ട്. സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അല്ലേ? റീപ്ലേസ് ഇല്ല. 2 സാൻഡ്രോകൾ വരുന്നുണ്ട്. ഇത് വെറും 50 രൂപ. പഠിക്കണവർക്ക് കൊണ്ടാൻ 2027 വരെ പേപ്പർ ഉണ്ട്. 4 ടയർ പുതിയതുണ്ട്. AC ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC വർക്കിംഗ് ആണ്. വണ്ടിയാണ്. അടുത്ത് വീണ്ടും ഒരു സാൻഡ്രോ 2010 ആണ്. പുതിയ പേപ്പർ എടുത്താണ്. നമ്മൾ 1.20 ചോദിച്ചിരുന്നത്. ഓൺ ഓഫറിൽ 1.10 ആക്കി. 1.10 ചെയ്യാൻ പറ്റും. പുതിയ പേപ്പർ എടുത്തോണ്ടി. പേപ്പർ എടുത്തിട്ട് ഇനി ഇവിടുന്ന് നമുക്ക് 5 വണ്ടികൾ 90 രൂപക്ക്. 90 രൂപയ്ക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു ZNestലാണ്. 2009 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. വണ്ടിന്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുക്കി. നല്ല ക്വാളിറ്റി വെച്ചാൽ കിലോമീറ്റർ കുറച്ച് ഓടിയുള്ളൂ. വെറും സെക്കൻഡ് ഓണർ. 90 രൂപയ്ക്ക് ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. അടുത്ത നമുക്ക് ബീറ്റ് ആണ്. പെട്രോൾ ആണ്. 5 കൊല്ലം പേപ്പർ എടുത്തിക്കണേ. ഇതിന് 90 രൂപ. ഇതും 90 രൂപ. പെട്രോൾ ആണ്. ഫുൾ ഓപ്ഷനാ. ഫുൾ ഓപ്ഷൻ വണ്ടി. കർവിന്റെ വരെ വരുന്ന കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല. അടുത്ത് വീണ്ടും നമുക്കൊരു 90 രൂപേന്റെ പേപ്പർ എടുത്ത ഒരു വണ്ടി. ഇതൊക്കെ 1 റുപ്യ ഇവിടെ ചോദിക്കുന്ന വണ്ടിയാണ്. പവർ വിൻഡോ 2 ആഡ് ചെയ്തേക്കണേ. ഇതിനും 90 രൂപ. 90ന്റെ ഒരു കളിക്ക്. ഇത് നമ്മളൊരു 1 റുപ്യ ചോദിച്ച വണ്ടിയാണ്. 2010 ആണ്. കോട്ടർ ജെറ്റില് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. വൈപ്പർ വരെയുണ്ട്. നിലവിൽ 3 ഓണർഷിപ്പ്. ഇത് നമുക്ക് 90 രൂപ കൊടുക്കാം. ഇതൊക്കെ റുപ്പിന്റെ വണ്ടിയാണ്. 2009 സാൻഡ്രോ. ഇത് നമുക്ക് 90 രൂപ. 90 രൂപ. അപ്പോൾ നമ്മൾ ബിസ്മിയിലായിരുന്നു. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പരപ്പനങ്ങാടിക്കടുത്തുള്ള ഓലപ്പീടികയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മൾ ഇത്തവണ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നമുക്ക് വീഡിയോയിലെ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ഓലപ്പീടിക. ഈ കാണുന്നത് തീരദേശ ഹൈവേ ആണ്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷന് കറക്റ്റ് 3 കിലോമീറ്റർ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വീഡിയോ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ബഷീർ സൈനിങ് ഓഫ്.